എടവനക്കാട് HIHSSൽ ആരംഭിക്കുന്ന ജൂനിയർ സിവിൽ സർവീസ് കോച്ചിംഗ് പദ്ധതിക്ക് തുടക്കമായി. സൈലം IASുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി നിയുക്ത MLA ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Parvur. എടവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് പ്രാരംഭ പരിശീലനവും കരിയർ മാർഗനിർദ്ദേശവും നൽകുന്നതിനായി സൈലം IASന്റെ സഹകരണത്തോടെ എഡ്യു കരിയർ അക്കാദമിക്ക് തുടക്കമായി. ജൂനിയർ സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ആദ്യഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം നിയുക്ത MLA ടോണി ചമ്മണി നിർവഹിച്ചു. രാജകൊട്ടാരത്തിൽ ജനിച്ചതുകൊണ്ടോ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ല ഉന്നതമായ പദവികളുണ്ട്, അത് നിശ്ചയദാർഢ്യമുണ്ട്. നിങ്ങളിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കടന്നു വരേണ്ടത് ഒരു വിൽ പവറാണ്, ഒരു വിൽ. അത് ഈ പരിശീലനത്തോടെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത്. നിങ്ങളിപ്പോ പരിശീലനത്തിന് പോകുന്നത് സിവിൽ സർവീസാണ്. വിശദമാണ്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ രാഷ്ട്രീയമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളാണ്. കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് രാഷ്ട്രീയക്കാരായിരിക്കും മന്ത്രിമാർക്ക്. പക്ഷെ ഗവൺമെന്റിന് ആവശ്യമായ നയം രൂപീകരിക്കാൻ, നയം നടപ്പിലാക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥർ. ഒരുപക്ഷെ ഞാൻ പറയുന്നത് അറിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂൾ മാനേജർ VA അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ VU നജിയ സ്വാഗതം ആശംസിച്ചു. കുറേ നാളുകൾ കൂടി മുമ്പ് മുതൽ തുടങ്ങിയ ഒരാഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് വൈപ്പിൻ പ്രദേശം, തീരപ്രദേശം വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾ കൂടിയുള്ള ഈ പ്രദേശത്ത് നിന്ന് IAS, IPS, IFS മുതലായ കേഡർ സർവീസുകൾ ഇതിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു ഉദ്യമത്തിനുകൂടിയാണ് ഇർഷാദ് മുസ്ലിം സഭ ഇപ്പോൾ ഭാഗവാക്കാകുന്നത്. സഭ ഇപ്പോൾ നടത്തുന്നത് ഇതിന്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അസീം അക്രം ഹെഡ് ഓഫ് സൈലം നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും സ്കൂൾ മാനേജ്മെന്റും സൈലവും കൈകോർത്തുകൊണ്ടാണ് ഈ പരിപാടിക്കുള്ള തുടക്കം കുറിക്കുന്നത്. എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ സന്നിഹിതരായ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. സൈലം IAS ഹെഡ് അസീം അക്രം പദ്ധതി വിശദീകരണം നടത്തി. സന്തോഷം. അപ്പോൾ അത് ഞാൻ സൈലം എന്താണെന്നുള്ളത് പറയാം. 2020 സൈലം എന്ന് പറയുന്നൊരു എഡ്യൂടെക് സ്ഥാപിതമാകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു റവല്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ സൈലത്തിൻ്റെ ട്യൂഷൻ ക്ലാസ്സസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ? എന്താ അതിൻ്റെ പ്രത്യേകത? കുറേ കൂടി കുട്ടികളോട് ഇണങ്ങി നിന്ന് കുട്ടികളെ തുല്യരായി കണ്ട് കുട്ടികൾക്ക് ചേരുന്ന വൈബിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സൈലത്തിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ സൈലം തുടങ്ങി ഇപ്പോൾ ഒരു 5 വർഷം ആകുമ്പോഴേക്കും ട്യൂഷൻ മേഖല, നീറ്റ്, JEE, PSC, SSC എല്ലാ മേഖലയിലും വളരെ വലിയൊരു മുന്നേറ്റം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2025 സൈലം IAS എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നത്. ഈ ഒരു വർഷത്തിൽ തന്നെ സിവിൽ സർവീസ് മേഖലയിൽ വലിയൊരു വിപ്ലവം കൊണ്ടുവരാനായിട്ട് സൈലത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്നേക്കുന്ന റിസൾട്ടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ KS പകുതിയോളം റാങ്കുകൾ സൈലത്തിൽ പഠിച്ച കുട്ടികളാണ് കരസ്ഥമാക്കിയത്. PTA പ്രസിഡന്റ് സിറാജുദ്ദീൻ MM, IMS സെക്രട്ടറി VA അബ്ദുൾ റസാഖ്, എഡ്യു കരിയർ അക്കാദമി കൺവീനർ അബ്ദുൾ റഹീം, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് ഷെറിൻ അബ്ദുള്ള എന്നിവർ ആശംസകൾ നേർന്നു. സ്റ്റാഫ് സെക്രട്ടറി ആസിഫ് KI നന്ദി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളിൽ IAS, IPS, IFS, IRS ഉൾപ്പെടെയുള്ള സിവിൽ സർവീസ് മേഖലയോടുള്ള താൽപര്യം വളർത്തുകയും മത്സര പരീക്ഷകൾക്ക് മികച്ച പ്രാരംഭ പരിശീലനം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്.